നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിൽ ശ്രീരാമൻ്റെ പരമഭക്തനായ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ദുരിതങ്ങൾ അകറ്റാനും മാനസികവും ശാരീരികവുമായ കരുത്ത് നേടാനും നല്ലതാണ്. തൻ്റെ ഭക്തന്മാരെ കൈവിടാത്ത ദേവനാണ് ഹനുമാൻ സ്വാമി. ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാക്കാൻ സാധിക്കും. സർവകാര്യ വിജയത്തിനും ശനിദോഷത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ സാധിക്കും. ഭക്തിയുടെ മൂർത്തിഭാവമായ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹവും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. തൻ്റെ സ്വാമിയുടെ അനുഗ്രഹത്തിനും ഇംഗിതത്തിനും പ്രാധാന്യം കൊടുത്ത് മുന്നേറുന്നതായിരുന്നു ഹനുമാൻ സ്വാമിയുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം ഉയരത്തിലെത്തുന്നു. എല്ലാവിധത്തിലുള്ള ദോഷഫലങ്ങളെയും ഇല്ലാതാക്കുന്നതിന് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിലൂടെ സാധിക്കുന്നു. ഏത് ദോഷകാലത്തും ജാതക പ്രതിസന്ധികളിൽ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നു. ഹനുമാൻ സ്വാമിയുടെ ഭക്തരെ ഒരിക്കലും ശനി ബാധിക്കുകയില്ല. ശനി ഗ്രഹത്തിൻ്റെ അധിപനാണ് ശാസ്താവ്. അതുകൊണ്ട് തന്നെ ശാസ്താവിനോടൊപ്പം ഹനുമാനെയും ആരാധിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു. ഏഴര ശനി, കണ്ടകശനി, അഷ്ടമ ശനി എന്നിവ ഇല്ലാതാവുന്നതിന് വേണ്ടി ഹനുമാൻ സ്വാമിയെ സ്ഥിരമായി ആരാധിക്കുന്നത് നല്ലതാണ്. ചൊവ്വയുടെ ദോഷഫലങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയും ഹനുമാൻ സ്വാമിയെ ആരാധിക്കാവുന്നതാണ്. ഭയം, തടസ്സം, മറ്റ് ദോഷങ്ങൾ എന്നിവ ഇല്ലാതാക്കുന്നതിനും ഹനുമാൻ സ്വാമിയെ ആരാധിക്കാവുന്നതാണ്. വ്യാഴത്തിൻ്റെ പ്രീതി വർദ്ധിപ്പിക്കുന്നതിന് ഹനുമാൻ സ്വാമിയെ കർക്കിടക മാസത്തിൽ ആരാധിക്കാവുന്നതാണ്. ചൊവ്വ, ശനി ദിവസങ്ങളിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോവുകയും വഴിപാടുകൾ കഴിപ്പിക്കാവുന്നതുമാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, തുളസിമാല എന്നിവ സമർപ്പിക്കാവുന്നതുമാണ്. ദിവസവും ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് ഭയം അകറ്റി ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും നൽകും. കർക്കിടക മാസത്തിൽ രാമായണത്തിലെ സുന്ദരകാന്ഡം വായിക്കുന്നത് ഹനുമാനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ്. രാമായണ പാരായണം നടത്തുന്ന വീടുകളിലും ക്ഷേത്രങ്ങളിലും ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രാമനാണ്. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ എന്ന മന്ത്രം ജപിക്കുന്നതു ഹനുമാന്റെ അനുഗ്രഹം നേടിത്തരും. ഹനുമാൻ സ്വാമിയുടെ വീരശൂര പരാക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സുന്ദരകാന്ഡം വായിക്കുന്നത് നിങ്ങളുടെ എല്ലാ ദോഷഫലങ്ങളും ഇല്ലാതാകുന്നു. സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഹനുമാൻ സ്വാമി ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം. കർക്കിടക മാസത്തിൽ സുന്ദരകാന്ഡം പാരായണം ചെയ്യുമ്പോൾ ശത്രുപരാജയം, ബന്ധുസമാഗമം എന്നിവ നിങ്ങളെ തേടി വരുന്നു. ഭക്തിയുടെ മൂർത്തിഭാവമായ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും. ശ്രീരാമനാമം ജപിക്കുന്നിടത്ത് ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ ജപിക്കുന്നതിലൂടെ ശനിദോഷം ഭക്തരെ ബാധിക്കില്ല എന്നാണ് വിശ്വാസം. ചൊവ്വ, ശനി ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോയി ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ കഴിപ്പിക്കാവുന്നതാണ്. വ്യാഴപ്രീതി വർദ്ധിപ്പിക്കുന്നതിനും ഹനുമാൻ സ്വാമിയെ ഈ കർക്കിടക മാസത്തിൽ ആരാധിക്കാവുന്നതാണ്. കർക്കിടക മാസത്തിൽ ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ ജപിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും കൈവരിക്കും. ജീവിതത്തിൽ ഐശ്വര്യത്തിനും വിജയത്തിനും ശനിദോഷം പൂർണ്ണമായും ഇല്ലാതാകുന്നതിനും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.